सजनरञ्जन मुनतीरावनचारी जय राधमाधव कुञ्ज विहारी जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण कृष्ण हरे राम 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 हरे हरे जय गुरुदेव जय गुरुदेवा जय गुरुदेवा जय गुरुदेवा प्रभुपदा जय प्रभुपदा जय भक्तिवेदांत स्वामी प्रभुपदा जय गौर नित्याय जय गौर नित्याय जय गौर नित्याय जय गौरंग नित्याय नित्य गौर हरि बो नित्य गौर हरि बो। एवं विश्वपाद परिवृहाचार्य अक्षोत्र श्री अभय चरणारविंद भक्तिवेदांत स्वामी प्रभुपाद की जय। अनंत कोटि वैष्णव की जय। जगन्नाथ बलदेव सुद्रामय की जय। गुरुवायूरप्पन की जय। पीताम्बरंगर विराजते अक्रशंक कौमोदगी सरसिजं करुणा समुद्रम राधा सखाय मतिसुंदर मंदहासं वादालयेशमनिशं हृदि भावयामि। തൃക്കാൽ രണ്ടും പിണച്ചാ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂരപ്പാ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നളകുബേര മണികരന്മാരുടെ മോക്ഷപ്രാപ്തിയെ പറ്റിയുള്ള 10ാമത്തെ ശ്രീ കൃഷ്ണ ബുക്കിലെ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചു ഉലുഖല ബന്ധനത്തെ പറ്റിയും അങ്ങനെ ആ കാര്യത്തെ പറ്റിയൊക്കെ പഠിച്ചിട്ട് എന്താ ഇന്ന് നമുക്ക് മണിഗ്രീവ അവരെ പറ്റി എന്താ ഇന്നലത്തെ പുരാനാരദ ശാപേന വൃക്ഷതാം പ്രാപിതോ മത നളകുബേരമണിഗ്രീവാ വിധിഖ്യാതോ ശ്രീയാനിതോ. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് നളകുബേരനും മണിഗ്രീവനും പേരായ ഈ 2 പുത്രന്മാർ വളരെ സമ്പന്നരും ഭാഗ്യവാന്മാരുമായിരുന്നു. പക്ഷേ ദുരഹങ്കാരവും മതവും കാരണം അവർ ആരെയും വകവയ്ക്കാതെ അങ്ങനെ നാരദമുനി അവർ വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയാണ് നളകുബേര മണിഗ്രീവന്മാരുടെ മോക്ഷപ്രാപ്തിയെ പറ്റിയാണ് അവർക്ക്. അപ്പൊ കൃഷ്ണൻ യമുളാർജുന വൃക്ഷങ്ങളെ മറിച്ചിടുന്നതും അവയ്ക്കുള്ളിൽ നിന്ന് കുബേരപുത്രന്മാരായ നളകുബേരനും മണികുബേരനും പുറത്തു വരുന്ന അതാണ് ഈ 10ാമത്തെ വിവരിക്കുന്നത്. അതായത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദിച്ച ആ കാര്യത്തെ പരീക്ഷിത്ത് മഹാരാജ് ചോദിക്കുകയാണ്, മഹർഷേ, കുബേരപുത്രന്മാരെ ശ്രീ നാരദൻ ശപിക്കാൻ എന്താണ് കാരണം? നാരദമുനി അങ്ങനെ ചെയ്യാറില്ല. നാരദമുനി ഭക്തനല്ലേ, പരഭക്തനല്ലേ. പക്ഷെ ക്രോധത്തിന്റെ കണിക പോലും ഇല്ലാത്ത, ക്രോധമെന്ന് പറഞ്ഞ നാരദമുനിക്ക് ഇല്ലല്ലോ. എപ്പോഴും നാരായണ 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 എന്ന് ഏത് ലോകത്തിലും എപ്പോഴും കയറി ചെല്ലാൻ, ഏത് സ്ഥലത്തും എപ്പോഴും കയറി ചെല്ലാൻ അനുവാദം നാരദമുനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നാരദമുനി എന്തുകൊണ്ടാണ് ശപിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ശ്രീ നാരദനോടുകൂടി ക്രോധം ജനിക്കാത്ത വിധം എന്തൊരു തെറ്റാണ് അവർ ചെയ്തത്. ആ നാരദമുനിക്ക് എങ്ങനെ ഇത്രയും ക്രോധം ഉണ്ടായെങ്കിൽ അവരെന്താണ് അത്രയും വലിയ തെറ്റ് ചെയ്തത്? രാജാവിന്റെ ചോദ്യത്തിന് ശ്രീ സുഖദേവ ഗോസ്വാമി മറുപടി പറയുകയാണ് ഇതിലൂടെ ശ്രീമദ് ഭാഗവത്തിലും അതിൻ്റെ. അപ്പം ആ വൈശ്രവണന്റെ പുത്രനും മഹാദേവന്റെ കിങ്കരന്മാരും ദേവപ്രധാനികളുമായ നളകുബേര മണിഗ്രീവൻ. അപ്പം ദേവപുത്രന്മാരാണ് വൈശ്രവണന്റെ മഹാപുത്രന്മാരും അങ്ങനെയുള്ള ദേവപ്രധാനികളുമായ നളകുബേരന്മാരാണ് ഇവർ മതമത്തന്മാരായിട്ട് മദ്യപാനം മത്തന്മാരുമായി ആരെയും വകവയ്ക്കാതെ ഒക്കെ സഞ്ചരിക്കുകയാണ്. ഒരിക്കൽ മധുരാമ
മതിരാമത്തന്മാരായിട്ട് ആരെയും വകവയ്ക്കാതെ ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ അപ്സര സ്ത്രീകളോടുകൂടി ഗംഗാനദിയിൽ നഗ്നരായി കൂത്താടുകയായിരുന്ന ആ ഭഗവത് പ്രേരിതനായി ശ്രീ നാരദ മഹർഷി യാദൃശ്യമായി അവിടെ വന്നു. അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പിന്നെ മതോന്മത്തനായി അവർ മിഴിച്ചു നിന്നതേ ഉള്ളൂ അല്ലേ. ആ വൈശ്രവണ പുത്രന്മാരുടെ സ്ഥിതി കണ്ട് ശ്രീ നാരദന് കഷ്ടം തോന്നി. അവരുടെ പേരിൽ അതിയായ കരുണയാണ് തോന്നിയത്. അപ്പൊ കരുണ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ആ ഐശ്വര്യം കൊണ്ടും മധുര കൊണ്ടും മത്തന്മാരായ ഇവരിൽ സതുപദേശം ഫലിക്കുകയില്ല. നല്ല കാര്യം. നമ്മൾ എന്താ പറഞ്ഞ ദണ്ഡം, ദാമം ഇങ്ങനെയൊക്കെ ഓരോരോ കൊടുക്കില്ലേ, അടി കൊടുക്കും, ഇടി കൊടുക്കും, അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചു. അപ്പൊ ഇവരുടെ പേരിൽ പിന്നെ ഇവർക്ക് ഈ സതുപദേശങ്ങളും മര്യാദയ്ക്ക് പറഞ്ഞാലൊന്നും കേൾക്കില്ല, അതങ്ങനെ പറയില്ലേ. അപ്പൊ ശാപം കൊണ്ട് മാത്രമേ ഇവരെ നന്നാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ചില കലിയുഗത്തിനാണെങ്കിലും പലരെയും പറഞ്ഞു നോക്കും, പിന്നെ അവർക്ക് ഒരു ഒരു ഭഗവാനായിട്ടൊരു എന്താ ഒരു അടി കൊടുക്കും എന്ന് പറയുന്നത് സാധാരണ ഭാഷയിൽ പറയില്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ ഇങ്ങനെ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ജപിക്കൂ, അപ്പോൾ ജപിക്കുന്നവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, ഭഗവാൻ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ചെറിയൊരു മുട്ട് കൊടുക്കും എന്ന് പറയില്ലേ. അപ്പം അതിലൂടെ അതുകൊണ്ട് അതുപോലെ ഇവരുടെ അവരെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ആ ശാപം കൊടുത്തത്. ആ കരുണ തോന്നി ഐശ്വര്യം കൊണ്ടും ഇങ്ങനെയൊക്കെ ഇങ്ങനെ പല മത്തന്മാരായിട്ട് പല അഹങ്കാരം പിടിച്ച് അത് നമ്മുടെ കലിയുഗത്തിൽ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ നന്നാക്കാനുള്ള ആ അനുഗ്രഹം അല്ലെങ്കിൽ ഇവരോട് കരുണാദ്രചിത്തനായിട്ട് ശ്രീ നാരദൻ ഇപ്രകാരം ആലോചിച്ചു. എന്നിട്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് ഇവരെ ശപിക്കുകയാണ് ചെയ്തത്. അതാണ് ആ ശാപം കൊണ്ട് ഇവർക്ക് അനുഗ്രഹം ഉണ്ടായത്. തമോ ഗുണം വർദ്ധിച്ച് മരവിച്ചു പോയ നിങ്ങൾ 2 മരങ്ങളായി ഭവിക്കട്ടെ. 100 കൊല്ലം അങ്ങനെ മരങ്ങളായി നിന്ന് സകല ദുഃഖങ്ങളും സഹിച്ച് പാപശാന്തി വരും. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് നിങ്ങൾക്ക് മോക്ഷം തരും. പിന്നീട് നിങ്ങൾ കൃഷ്ണഭക്തന്മാരായി ഭവിക്കുകയും ഇങ്ങനെ ശപിച്ച ശ്രീ നാരദൻ അവിടുന്ന് പോവുകയും ചെയ്തു. നളകുബേരന്മാരാണിവർ ഗോകുലത്തിൽ മരുതമരങ്ങളായി തീരുകയും ഭഗവതോത്തോത്തമനായിട്ട് ശ്രീ നാരദന്റെ വാക്കിനെ സത്യമാക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആ സമയത്ത് വരികയും ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ മുട്ടുകുത്തി ഉരുലും വലിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെ പുറപ്പെട്ട ആ ആനക്കുട്ടി മരം വലിക്കുന്നത് പോലെ കളിച്ചുകൊണ്ട് അല്ലേ, അതാണ് ഭഗവാൻ രക്ഷിക്കാനായിട്ട് വരികയാണ് ഇവരെ. അവരെ മരങ്ങളുടെ ഉള്ളിൽ മരങ്ങളുടെയും പുറപ്പെട്ട് ആ ആനക്കുട്ടി മരം വലിക്കുന്ന പോലെ കളിച്ചുകൊണ്ട് ഒരുമിച്ചുള്ള കുട്ടികളോടും കൂടി മരങ്ങളുടെ അടുത്തെത്തി 2 മരങ്ങളും കൂടി ഇടയിൽ കടന്ന് വിലങ്ങനെ തടഞ്ഞു നിന്ന ഉരലിനെ വലിച്ചപ്പോൾ ആ മരങ്ങൾ കടപുഴുകി വീണ് ശബ്ദത്തോടി മറിഞ്ഞു വീണു എന്നാണ് പറഞ്ഞത്. മരം നിരുന്ന സ്ഥാനത്ത് കുബേരപുത്രന്മാർ യഥാർത്ഥ രൂപത്തിൽ ശോഭിച്ചു. അവർ ഭക്തിയോടുകൂടി ദാമോദരമൂർത്തിയെ സ്തുതിച്ചു. കരുണാമയനായ ഭഗവാനെ മധുരാക്ഷികളിൽ ആസക്തരായിട്ട് മരവിച്ചുപോയ ഞങ്ങൾക്ക് ഒരിക്കലും നിന്തിരുവടി ആ ഭഗവാനെ കാണാനുള്ള യോഗ്യതയില്ല എന്നാണ് അവർ പറഞ്ഞത്. ശ്രീ നാരദ മഹർഷിയുടെ കാരുണ്യത്താൽ മാത്രമാണ് ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിച്ചത്. അപ്പം ആ ഒരു ശാപം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് ഇനിയുള്ള കാലം ഭഗവാനോട് ഭക്തിയോടുകൂടി സർവ്വ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അവിടുത്തെ സേവിപ്പാനും സജ്ജന സംഘം എല്ലായ്പ്പോഴും ഉണ്ടാകുവാനും അനുഗ്രഹിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവർ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ദാമോദരനെ ഉരലോടുകൂടി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പോവുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് എൻ്റെ ഒരു സംക്ഷിപ്തമായിട്ട് ആ ഒരു സംഗ്രഹമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യത്തെ പറ്റിയാണ് നമുക്ക് ഈ കൃഷ്ണ ബുക്കിൽ അതിൻ്റെ വിശദമായിട്ട് പറയുന്നത്. അതായത് നളകുബരനെയും മണിഗ്രീവനെയും നാരദമുനി ശപിച്ചു. അങ്ങനെ ആ കാര്യത്തെപ്പറ്റിയും ദേവന്മാരുടെ ഭണ്ഡാരം ആരായിരുന്നു ഇതെന്ന് പറയുന്നത് ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനും ശിവഭക്തനുമായ കുബേരന്റെ മക്കളായിരുന്നു നളകുബേരനും മണിഗ്രീവനും. ശിവന്റെ ആഗ്രഹത്താൽ കുബേരന് അളവറ്റ സമ്പത്തുണ്ടായി. സമ്പന്നന്റെ മക്കൾ ഏറിയ പങ്കും മദ്യത്തിനും മദ്രാക്ഷിക്കും അടിമകളാവുക പതിവാണല്ലോ അല്ലെ, നമുക്ക് കലിയുഗത്തിൽ കാണാവുന്നതാണ്. ഇതിനൊക്കെ ആരാ പൈസയുള്ളവൻ്റെ അല്ലെങ്കിൽ പൈസക്കാരൻ്റെ മക്കൾ ഏത് താന്തോന്നിത്തരം കാണിച്ചാലും അവർക്കൊക്കെ കൂട്ടു നിൽക്കാനും ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവർ ജയിലിൽ പോയാൽ അവരെ പുറത്തു കൊണ്ടുവരും, ജാമ്യത്തിൽ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള
ഒരിക്കൽ അവരുടെ കാര്യത്തിൽ തന്നെയാണ് സംഭവിച്ചത്. ഒരിക്കൽ ഉല്ലസിക്കാനായി ഇരുവരും കൈലാസത്തിൽ മന്ദാകിനി ഗംഗയുടെ തീരത്തുള്ള ശിവന്റെ പൂങ്കാവനത്തിൽ പ്രവേശിച്ചു. കണക്കറ്റ് മദ്യപിച്ചു. ഇവർ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ മധുരഗാനം ആസ്വദിച്ചുകൊണ്ട് സുഗന്ധപുഷ്പങ്ങൾ നിറഞ്ഞ ഈ ഉദ്യാനത്തിൽ യഥേഷ്ടം രമിക്കുകയായിരുന്നു. മദ്യോന്മത്തനായ അവസ്ഥയിൽ അവർ താമരപ്പൂക്കൾ നിറഞ്ഞ ഗംഗയിലിറങ്ങി. അവിടെ കൊമ്പനാന പിടിയാനകളുമായി ചേർന്ന് കളിക്കുന്നത് പോലെ ഇവർ ഒപ്പമുള്ള യുവസുന്ദരിയുമായി ജലക്രീഡ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ഈ കൃഷ്ണബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഇവരിങ്ങനെ മേളിക്കുന്നതിനിടയിൽ അപ്രത്യക്ഷമായി ബ്രഹ്മർഷിയായ നാരദൻ ആ വഴിക്ക് വന്നു. താൻ കടന്നു പോകുന്നു ശ്രദ്ധിക്കാൻ പോലും ആകാത്ത മട്ടിൽ നളകുബേരനും മണിഗ്രീവനും മദ്യപിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവർക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ അത്ര തന്നെ ലക്കുകെട്ടിട്ടില്ലായിരുന്നു. സ്ത്രീകളും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. നാരദമുനിയുടെ മുമ്പിൽ നഗ്നരായി നിൽക്കുന്നതിൽ ലജ്ജ പൂണ്ട അവർ പെട്ടെന്ന് വസ്ത്രം കൊണ്ട് നഗ്നത മറച്ചു. കുബേരസന്ധികളായ ഈ രണ്ട് ദേവന്മാരും കുടിച്ച് ലക്ക് കെട്ടിരുന്നാൽ നാരദന്റെ സാന്നിധ്യം വകവച്ചില്ല. അല്ലേ? ഇങ്ങനെയുള്ള കാര്യത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരെയൊന്നും വകവയ്ക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവർ വസ്ത്രം ധരിക്കാൻ മെനക്കെട്ടില്ല. ദേവന്മാരെ ഇത്രയ്ക്ക് അധപ്പതിച്ച് നേരിൽ കണ്ട നാരദമുനി അവരുടെ നന്മ ആഗ്രഹിച്ച് അവരെ ശപിക്കുകയും ചെയ്തു. അപ്പം അവർക്ക് നന്മ ഇനിയെങ്കിലും അവർക്ക് ശാപത്തിൽ നിന്ന് അവർക്ക് അനുഗ്രഹം കിട്ടി, ഭഗവാൻ അനുഗ്രഹിച്ച് അവർ നല്ല രീതിയിലാകണമെന്നുള്ള ആ കാരുണ്യമാണ് നാരദമുനിക്കുണ്ടായത്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നാരദമുനിയുടെ അങ്ങനെ ദേഷ്യത്തിലോ മറ്റൊന്നുമല്ല, അവരെ ശപിച്ച് അവരെ കാരുണ്യ പ്രകടിപ്പിക്കുകയാണ്. അപ്പം അവരോടുള്ള അനുകമ്പ മൂലം മദ്യത്തിൽ നിന്നും മദ്രാക്ഷികളിൽ നിന്നുള്ള അവരുടെ അമിഥ്യാ ആനന്ദം അവസാനിപ്പിച്ച് അവർക്ക് കൃഷ്ണനെ മുഖാമുഖം കാണാനുള്ള അവസരം ഉണ്ടാക്കാൻ നാരദൻ ആഗ്രഹിച്ചു. കണ്ട, ഒരു ഭക്തന്റെ ലക്ഷണമാണത്. അപ്പോൾ ആ നാരദൻ അവർക്ക് എത്രത്തോളം ഭഗവാനുമായിട്ടുള്ള തിരിച്ചറിവ് കൊടുക്കുകയും ഭഗവാനെ നേരിൽ കാണാനുള്ള ഒരു അനുഗ്രഹമാണ് അവർക്ക് കൊടുത്തത്. ഇങ്ങനെ പല കഥകളും ഭാഗവത്തിലുണ്ട്. അപ്പം അതിനുവേണ്ടി അവരെ ശപിക്കാൻ തീരുമാനിക്കുകയും രജോ ഗുണത്തിൻ്റെ ആധിക്യമാണ് ഭൗതിക സുഖങ്ങളോടുള്ള അളവറ്റ ആഭിമുഖ്യത്തിന് കാരണം. ഭൗതിക ലോകത്ത് അളവറ്റ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ ആളുകൾ പ്രായേണ 3 കാര്യങ്ങൾ അമിതാസക്തി ഉണ്ടാവും. മദ്യം, മഹിള, ചൂതാട്ടം, കശാപ്പശാലകൾ നടത്തി നിഷ്കുരണം മൃഗഹിംസയിൽ ഏർപ്പെടുന്നു. അമിത ധനത്തിൻ്റെ മറ്റൊരു ദുഷ്ഫലമാണ്. അപ്പോൾ അമിത ധനം ഉണ്ടായാലും ഏത് രീതിയിലെങ്കിലും പണം സമ്പാദിച്ച് മനസ്സിലുള്ള ഈ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കണമെന്ന ഭൗതിക കാര്യങ്ങളാണ് ഒറ്റ ലക്ഷ്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഇന്നത്തെ കലിയുഗത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് നമുക്ക് ഭഗവാൻ ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിലൂടെയാണ് നമുക്ക് ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ട് എന്താ ഇങ്ങനെയുള്ള ആർക്കും ഉണ്ടാകും. ശ്രീമദ് ഭഗവത്ഗീതയിലെ പറയില്ലേ, നമോ ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയായ അമൃതജ്ഞാനം ആസുരം ഭാവമാശ്രിതം. ഇങ്ങനെയുള്ള ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ അഭയം പ്രാപിക്കുന്നില്ല. അങ്ങനെയുള്ളവരൊന്നും ഭഗവാനെ അഭയം പ്രാപിക്കുന്നില്ല. അവർക്ക് കുടിച്ച് മതിച്ച് ലഹിച്ച് ധരിച്ച് അങ്ങനെയുള്ള അഹങ്കാരങ്ങളായിട്ടുള്ള ജീവിത രീതിയാണ് അവരുടെ ലക്ഷ്യം. ഇതൊന്നും ഈ ജന്മത്തെ പറ്റുള്ളൂ, ഇവിടെയാണ് സ്വർഗം എന്നും പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ളവരാ നമാ ദുഷ്കൃതിനോ മൂഢ പ്രബന്ധ്യന്റെ നരാധമ മായയാ അമൃതജ്ഞാന ആസുരം ഭാവമാശ്രിതം. അപ്പൊ നരാധവന്മാരാണെന്ന് പറഞ്ഞത് എപ്പോഴും പാപങ്ങൾ ചെയ്യുന്ന ദുഷ്കൃതികളുമാണ്. അങ്ങനെ 3ാം തരമോ 4ാം തരമോ ആയിട്ട് ഉള്ള ഒരാളെ കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. എന്തെന്നാൽ ഒരുവന്റെ സ്ഥാനം മനസ്സിലാക്കുവാൻ ഒരു പരീക്ഷണം മതി. അയാൾ കൃഷ്ണഭക്തനാണോ അല്ലയോ, ഭഗവത് ഭക്തനാണോ എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ദേവാരാധകർ മറ്റുള്ള ദേവീദേവന്മാരെ ആരാധിക്കൊണ്ട് അവർക്ക് ആ നേട്ടങ്ങളും ഇങ്ങനെ കാമസ്തസ്ത്ര ഹൃതജ്ഞാനം പ്രപദ്യന്റെ അന്യദേവത, ഇങ്ങനെ മറ്റുള്ള ദേവീദേവന്മാരെ ആരാധിച്ച് കാര്യസാധ്യങ്ങൾ സാധിച്ച് അവരുടെ ലക്ഷ്യം ധനപ്രാപ്തി, ഭൗതികമായ ആസക്തി, ഇതെല്ലാം അതാണിക്കണ ജീവിതം എന്നുള്ള അതാണ് സത്യമായുള്ള ജീവിച്ചു പോവുകയാണ്. പക്ഷെ എന്താ പറയണേ, അന്തപ്രവശ്യ ഗംഗായാം അംഭോജന ഒരരാജിനി ചിക്രീഡ തുർ യുവഭിർ ഗജാവിഹ കരുണാംബി. താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മന്ദാകിനി ഗംഗയിൽ പിടിയാനകളോടൊപ്പം ക്രീഡിക്കുന്ന 2 കൊമ്പനാനകളെപ്പോലെ കുബേരപുത്രന്മാർ പെൺകിടാങ്ങളെപ്പോ കളിച്ച് രസിച്ചു എന്നവർ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് നമുക്ക് ഓരോരോ അനുഭവങ്ങളിൽ പല രാജ്യത്ത് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് എന്താ പരീക്ഷിത് മഹാരാജാവ് എന്നോട് പറയുകയാണ്,
യദൃച്ഛയാച ദേവർഷിർ ഭഗവസ്തസ്ത്ര ഗൗരവ അപശ്യ നാരദോ ദേവോ ഷീ ബാണോ സമബുദ്ധ്യത. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ഈ രണ്ട് ദേവകുമാരന്മാരുടെയും ഭാഗ്യം കൊണ്ട് ദേവർഷിയായ നാരദൻ യാദൃശ്യമായി ആ വഴി വന്നു. അപ്പൊ ലഹരി പിടിച്ച് മയങ്ങിയ കണ്ണുകളോടെ അവരെ കണ്ട നാരദർക്ക് സ്ഥിതിവിശേഷം മനസ്സിലായി. അപ്പൊ നാരദമുനിയെ കണ്ടപ്പോൾ എന്താണ് ശരിക്കും എന്നാൽ നമ്മൾ ആലോചിച്ചാൽ മതി. സാധുസംഗേ സർവസിദ്ധകയ ലവമാത്രേ സാധുസംഗേ സർവസിദ്ധികയ. അപ്പൊ ആ ഭക്തനെ കണ്ടപ്പോൾ, നാരദമുനിയെ കണ്ടപ്പോൾ ആ ഒരു സിദ്ധി, സർവസിദ്ധി, അതാണ് ഇന്നത്തെ കലിയുഗത്തിൽ നമുക്ക് വേണ്ടത് എന്നാ പറയുന്നത്. ആ ലവമാത്രേ സാധുസംഗേ സർവസിദ്ധികയ. അപ്പൊ നാരദമുനി സഞ്ചരിക്കുന്ന ഇടത്ത് എവിടെയെങ്കിലും ഒരു മാത്ര പ്രത്യക്ഷപ്പെട്ടാൽ മതി, അത് അങ്ങേറ്റം ശുഭദായകമായ ലക്ഷണമാണെന്ന് പറയുന്നത്. അപ്പൊ അവരങ്ങനെ വന്നതുകൊണ്ടാണ് അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അവർക്ക് ദേഷ്യത്തോടു കൂടിയാണെങ്കിൽ അവർക്ക് ശാപമോക്ഷം കൊട്ട് അവരെ കാരുണ്യപരമായിട്ട് ഭഗവാനെ നേരിൽ കാണാൻ പറ്റി. അത്രത്തോളം കാരുണ്യമാണ് എന്നും പറയപ്പെടുന്നു. അപ്പൊ കർമ്മവശാൽ എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മാണ്ടമാകെ അലഞ്ഞു നടക്കുകയാണ്. ചിലർ ഉന്നത ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെടും, ചിലർ അധോലോക ഗ്രന്ഥങ്ങളിലേക്ക് താണുപോകും. അലഞ്ഞു തിരിയുന്ന കോടാനുകോടി ജീവസത്തകളിൽ മഹാഭാഗ്യവാനായ ഒരാൾക്ക് കൃഷ്ണന്റെ കരുണയാൽ ഉത്തമനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സംസർഗം ലഭിക്കാനുള്ള അവസരം കൈവരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പലർക്കും അനുഭവപ്പെടുന്നതാണ്. ഏതോ എങ്ങോ എവിടെയോ ഒക്കെ ഇരുന്ന ആൾക്കാർ ആരോ ഒരാൾ വന്ന് കൃഷ്ണാവോത്തിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു തരാൻ പറഞ്ഞു. അതിലൂടെ നമുക്ക് കിട്ടിയ സത്സംഗം അങ്ങനെ കൂടി കൂടി വന്നു. നമ്മൾ ഭഗവത്ഗീത പഠിച്ചു, ഭാഗവതം വായിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്സംഗത്തിലൂടെ അതിന് ഉപരിയായിട്ട് നമ്മൾ മഹാപ്രസാദങ്ങൾ കഴിക്കുന്നു. അതിലൂടെയായിട്ട് നമ്മുടെ ശരീരം ഇന്ദ്രിയ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു. എന്താ ബ്രഹ്മാണ്ട ഭ്രമിതേ കോനെ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലതാ ബീച്ച് എന്നാ പറയുന്നത്. അപ്പൊ ആ കാരുണ്യം, ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് അത്തരം ഒരാൾ ഭക്തിയുടെ ബീജം ലഭിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കണവർക്ക് പല ജഗായി മാതായുടെ കാര്യം അറിയാവുന്നതാണ് പലർക്കും. അപ്പൊ അവർക്ക് കിട്ടിയ ആ അനുഗ്രഹം അവര് നിത്യാനന്ദ പ്രഭു അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതിലൂടെ അവർ രക്ഷപ്പെട്ടു. കാര്യങ്ങളൊക്കെ ജൈനമതാവൃതത്തിലുണ്ട്. അപ്പൊ കുബേരൻ മതോന്നതനായെങ്കിലും അവർക്ക് ഭക്തിയുത സേവനത്തിന്റെ വിത്ത് സമ്മാനിക്കാനാണ് ആ സമയത്ത് ഉദ്യാനത്തിൽ നാരദമുനി എത്തിച്ചേർന്നത്. പതിതാത്മാക്കളുടെ മേൽ കരുണ ചൊരിയേണ്ടത് എങ്ങനെയെന്ന് സാധുക്കൾക്കറിയാം. അപ്പോൾ ഒരു ഭക്തൻ എന്താ കലിയുഗത്തിൽ ചെയ്യുന്നത്? അവരേത് രീതിയിലായിക്കോട്ടെ അവർക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുത്തും ഭഗവത് സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്തും അവരെ ആദ്യം വരുമ്പോൾ അവരെ പല പല കാര്യങ്ങളിലായിരിക്കും അവരുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മത്സ്യമാംസാദികളെ കഴിച്ചെന്നിരിക്കും, അവരെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ അവരോട് കാരുണ്യം കൊണ്ട് അവരെ ബദ്ധാത്മാക്കളായിട്ട് കറങ്ങി നടക്കണ കൊണ്ട് അവരെ കാരുണ്യം ചൊരിഞ്ഞ് ആ ഭക്തന് കൂടുതൽ അവരെ കെയർ ചെയ്ത് അവർക്ക് വേണ്ട പ്രസാദങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട നാമജപങ്ങൾ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിവൃത്തിയാക്കി കൊടുക്കും. അല്ലേ? ഗൾഫിലൊക്കെ കാണാവുന്നതാണ്. ഇവൻ അവർക്ക് ജോലി വരെ മേടിച്ചു കൊടുക്കും. ഒരു നാമം ജപിക്കാൻ ഒരു ഭക്തൻ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. കാരണം അവർ ചിലപ്പോൾ പല ആൾക്കാരും അങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ജോലിയില്ല, അല്ലെങ്കിൽ ഇതില്ല, വളരെ കഷ്ടപ്പെടുന്നു. അവർക്ക് ആഹാരം, ഭക്ഷണം, പിന്നെ അവരുടെ പറ്റുന്ന ജോലിക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് വേണ്ട സാധ്യതകൾ അവർക്ക് കൊടുക്കും. അങ്ങനെ അവർ കുറച്ച് സന്തോഷകരമായിട്ട് അവരെ കെയർ ചെയ്യും. അവർ നമ്മളെ ഒരു കുടുംബത്തിലെ വാസുദേവ കുടുംബം, ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവരെ കെയർ ചെയ്ത്, അതാണ് പറയുന്നത് അദുഷ്ട സർവഭൂതാനം മൈത്രം കരുണേവച. ആ മൈത്രി ബന്ധം, ആ മൈത്രി ഭാവം, ആ ഒരു കാരുണ്യം ഏത് ക്രൂരനായാലും അവരുടെ മേൽ ചൊരിയണം. അതാണ് ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞത്. അതുപോലെയാണ് നാരദമുനി അവിടെ ചെയ്തത്. അപ്പൊ അവരോടുള്ള ആ കാരുണ്യം കൊണ്ട് അവർക്ക് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കിട്ടാനുള്ള ഇടയായി. അപ്പൊ നാരദമുനി അങ്ങനെ പക്ഷെ നാരദമുനി ശപിച്ച് എങ്കിലും എന്താ പറയണ അവർക്ക് ഇതിലൂടെ അവർക്ക് ഭാഗ്യമാണ് ഉണ്ടായത് പിന്നെയുള്ള ജീവിതത്തിലുടനീളം. അതായത് ഭൗതിക പ്രകൃതിയുടെ സത്വരജസ്തമോദികളായ ത്രിഗുണങ്ങളാൽ വെച്ച് മനുഷ്യരെ പൊതുവെ നിയന്ത്രിക്കുന്നത് രജസ്തമാദികളായ അധമ ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് രജോ ഗുണം. ഇവിടെ എന്താ രജോ ഗുണത്തിന്റെ ആധിക്യമാണ് എന്നാണ്. രജോ ഗുണത്തിന്റെ ആധിക്യമാണ് ഭൗതിക സുഖങ്ങളുള്ള അളവറ്റ ആഭിമുഖ്യത്തിന് കാരണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ രജോ ഗുണം ഭൗതികാസ്യത്തിൽ
കുടുങ്ങാനായിട്ടുള്ള ചാൻസാണ്. അപ്പൊ അതിന് എന്താ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തി സത്വഗുണത്തിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യ ജീവിതം. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. ശ്രീമദ് ഭാഗവത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തഥാ രജസ് തമോ ഭാവ കാമലോപദയച്ചയെ ചേതരേതർ അനാവിധ്യം സ്ഥിതം സത്വേ പ്രസിദ്ധതി. ഇതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കീഴടക്കണം. അതിനു വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിൽ ഉള്ളിലുള്ള ആ തമോ ഗുണവും രജോ ഗുണം കീഴടങ്ങിയാൽ മാത്രമേ സാധ്യമായിട്ടുള്ള ആ ഒരു ഭാവം വരികയുള്ളൂ. ഇങ്ങനെയുള്ള അഹങ്കാരി എന്താ ഏത് രീതിയിലും ജീവിക്കുക, എങ്ങനെയും ജീവിക്കുക എന്നുള്ള ആ ഒരു ഇത് മാറ്റിയിട്ട് അതിനെന്താ ഉണ്ട്, ലവമാത്രമേ സാധുസംഘ ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിലൂടെ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ കലിയുഗത്തിൽ. അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നാരദമുനിയുടെ ആ കൃപ കൊണ്ട് അവര് നന്നാകാൻ തുടങ്ങി, രക്ഷപ്പെട്ടവര് എന്താ പറയില്ലേ. അതേപോലെ അവരോടുള്ള അനുകമ്പയാണ് അതിനെല്ലാം കാരണം. അപ്പൊ അത് ഭക്തന്മാർക്കും പല ഭക്തന്മാരും പല സാധുസംഘത്തിൽ കൂടെ ഇങ്ങനെയുള്ളവരായിട്ട് സാത്വികമായുള്ള ഭക്തിയുത സേവനം ചെയ്ത് ഉയർന്ന ഭക്തിതലത്തിൽ എത്തിയിട്ടുണ്ട്. ശരീരമാണ് ആത്മാവെന്ന മിഥ്യാധാരണ മൂലമാണ് വിഡ്ഢികളായ മനുഷ്യർ എല്ലാത്തരം ഭാവപ്രവൃത്തികളും ചെയ്യുന്നത്. അതാണ് ഇതിന്റെ കാരണം. കൃഷ്ണ ബുക്കിൽ പറഞ്ഞിരിക്കുകയാണ്, ശരീരമാണ് ആത്മാവ്, ഞാൻ ശരീരമാണ്, ഞാൻ ആത്മാവല്ല. അത് മിഥ്യാധാരണ മൂലമാണ് വിഡ്ഢികളായ മനുഷ്യർ എല്ലാത്തരം ഭാവപ്രവൃത്തികളിലും ഏർപ്പെടുന്നു. പക്ഷേ ഈ ശരീരം ആരുടെ വകയാണെന്ന് ചിന്തിക്കുന്നില്ല. മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. അപ്പൊ അവർക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എനിക്കിതെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ശരീരത്തെ നിലനിർത്താൻ വിഡ്ഢികൾ അന്യജന്തുക്കളെ ഹിംസിക്കുന്നു. ഏതെല്ലാം ജീവിതങ്ങളെ ഹിംസിക്കുന്നു. അത് കഴിച്ചാൽ ഇത് കഴിച്ചാലേ ശരീരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാവുള്ളൂ. അതൊക്കെ മണ്ടത്തരമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ശരീരം തൻ്റെതോ അച്ഛൻ്റെതോ അമ്മയുടെയോ മുത്തച്ഛൻ്റെതോ ആരുടേതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ഒരു പിതാവോ പിതാമകനോ സ്വന്തം പുത്രിയെ മറ്റൊരാൾക്ക് ദാനം ചെയ്തെന്ന് വരും. മകളുടെ പുത്രനെ തനിക്ക് തിരികെ കിട്ടും എന്നതാവും അവരുടെ ലക്ഷ്യം. തന്നെ കൊണ്ട് കൂലിപ്പണി ചെയ്യിക്കുന്ന കൂടുതൽ ശക്തനായ മറ്റൊരുവൻ്റെതുമാവും ഈ ശരീരം യജമാനിൻ്റെതായിരിക്കുമെന്ന വ്യവസ്ഥയിൽ അടിമ തൻ്റെ ശരീരം യജമാന് വിറ്റെന്ന് വരാം. എന്നാൽ അവസാനം ഈ ശരീരം അഗ്നിയുടെ വകയായിരിക്കും. കാരണം മരണാനന്തരം അഗ്നിയിൽ ദഹിപ്പിച്ച് ചാമ്പലാക്കുകയാണല്ലോ പതിവ്. അതല്ലെങ്കിൽ നായ്ക്കൾക്കോ കഴുകന്മാർക്കോ തിന്നിനായി തെരുവിൽ എറിയപ്പെട്ടു വരാം. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ആരാ? ശരീരം ആത്മാവെന്ന മിഥ്യാധാരണ മൂലമാണ് വിഡ്ഢികളായ മനുഷ്യർ, അല്ലേ? നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു സമയത്ത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ശരീരം നിലനിർത്താനായിട്ട് പാപകർമ്മങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ഈ ശരീരം ആരുടെ വകയാണെന്ന് മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ആരുടെ? ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമാണ് ശരീരമെന്നും അവസാനം അത് ഭൗതിക പ്രകൃതിയിൽ ലയിക്കുമെന്നും അത്യന്തിതമായ നിഗമനം. അപ്പോൾ ഈ ശരീരം ഭൗതിക പ്രകൃതിയുടെ വകയാണെന്ന് വരുന്നു. തൻ്റെ വകയാണ് ഈ ശരീരമെന്ന്, ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിവാണ് നമുക്ക് ആത്മീയമായ ചിന്തയിലൂടെ നമുക്ക് കിട്ടേണ്ട സാധ്യമായ. അതാണ് തഥാ രജസ് തമോഭാവ കാമലോപദേശത്തെ ചേതരേതരനാവൃത്യം സ്ഥിതം സത്വേ പ്രസിദ്ധതി. ആ സ്ഥിതമായിട്ടുള്ള ആ ഒരു ഇതിലൂടെ നമുക്ക് സത്സംഗത്തിലൂടെ, നാമജപത്തിലൂടെ, ഭഗവത് ചിന്തയിലൂടെ, ഭഗവത് സേവനത്തിലൂടെ നിരന്തരമായ അനുഗ്രഹം ഭഗവാന്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. സമ്പത്തിന്റെ ദുരഭിമാനത്തിൽ മുക്തനാകുമ്പോൾ സദാചാര പാഠങ്ങളൊന്നും വകവയ്ക്കാതെ, അല്ലെ, സനാതന ധർമ്മത്തിന്റെ കാര്യം, സദാചാര കാര്യങ്ങൾ ഒന്നും വകവയ്ക്കാതെ താന്തോന്നിയായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്താ പറയണേ, ധർമ്മസ്വനിശ്ചിത പുംസ വിശ്വസേന കഥാസുഖാനോത്പാദയന്തോരതി ശ്രമയേവി കേവലം സമയം പാഴാക്കലാവും, അല്ലെ, ഭാഗവത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള അതായത് ഒരു സൂചി കൊണ്ട്, ഇതിൽ പറയാം, സൂചി കൊണ്ട് കുത്തേറ്റവൻ മറ്റൊരുവന്റെ ശരീരത്തിൽ സൂചി കൊണ്ട് കുത്താൻ തയ്യാറാവില്ല. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന ഒരു ദരിദ്രൻ ഒരിക്കലും മറ്റുള്ളവർക്ക് തന്റെ അവസ്ഥ വരണമെന്ന് കരുതുകയില്ല. ദരിദ്ര നിലയിൽ നിന്ന് സമ്പന്നരായി ഉയർന്ന ഒരുവൻ മറ്റു ദരിദ്രന്മാർ കൂടി എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ജീവിതാന്ത്യം അടുക്കുമ്പോൾ ധർമ്മസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനായി സാധാരണ കണ്ടുവരുന്നുണ്ട്. ചുരുക്കത്തിൽ അനുകമ്പയുള്ള ദരിദ്രൻ മറ്റുള്ളവരുടെ വേദനകളും സുഖദുഃഖങ്ങളും സ്വന്തം വേദനകളും സുഖദുഃഖങ്ങളായി കരുതും.
ഒരു ദരിദ്രൻ ആ, ഗതിയിൽ ഒരിക്കലും ദുരഭിമാനചിത്തനായി തീരാറില്ല. എല്ലാത്തരം മോഹ ആവേശങ്ങളിൽ നിന്ന് മുക്തനായിരിക്കും. നിത്യവൃത്തിക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്നതെന്തോ അതുകൊണ്ട് അയാൾ സംതൃപ്തനാകും. ദരിദ്രാവസ്ഥയിൽ കഴിയുന്നതും ഒരുതരം വ്രതാനുഷ്ഠാനമാണ്. അതിനാൽ വൈദിക സംസ്കാരത്തെക്കുറിച്ച് ഭൗതിക സമ്പത്തിനെക്കുറിച്ചുള്ള ദുരഭിമാനത്തിൽ നിന്ന് സ്വയം രക്ഷ നേടാനായി ഒരു നിശ്ചിത ക്രമം എന്ന രീതിയിൽ ബ്രാഹ്മണർ ദരിദ്രാവസ്ഥയിൽ കഴിഞ്ഞുകൂടാറുണ്ട്. ഭൗതിക സമൃദ്ധിയുടെ പേരിലുള്ള ദുരഭിമാനം ആത്മീയ വിമോചനത്തിന് വലിയൊരു തടസ്സമാണ്. ദരിദ്രന് അമിതാഹാരം കൊണ്ട് ഒരിക്കലും ദുർമേധസ് ഉണ്ടാകില്ല. ആവശ്യത്തിൽ കഴിഞ്ഞ് ഭക്ഷിക്കുന്നതിനാൽ അവന്റെ ഇന്ദ്രിയങ്ങൾ പ്രക്ഷുബ്ധമാവുകയില്ല. അതുകൊണ്ട് തന്നെ അയാൾ അക്രമം പ്രവർത്തിക്കില്ല. പുണ്യാത്മാക്കൾ ദരിദ്രന്റെ ഗൃഹം സന്ദർശിക്കുമെന്നാണ് ദരിദ്രത്തിന്റെ മറ്റൊരു ഗുണം. അതുവഴി അവന് സത്സംഗത്തിന്റെ ഗുണം ലഭിക്കും. സമ്പന്നൻ അന്യരെ തന്റെ ഗൃഹത്തിൽ കിടക്കാൻ അനുവദിക്കില്ല. അതിനാൽ പുണ്യാത്മാക്കൾ അങ്ങോട്ടു നോക്കാറേ ഇല്ല. വൈദിക സമ്പ്രദായം അനുസരിച്ച് പുണ്യാത്മാക്കൾ പലപ്പോഴും ഭിക്ഷാന്തേഹികളായിട്ട് ഇരിക്കും. ഭിക്ഷ യാചിക്കുന്നതിന്റെ പേരിൽ ഏത് ഗ്രഹത്തിലും കടന്നു ചെല്ലുമല്ലോ. സദാ കുടുംബകാര്യങ്ങളുടെ തിരക്കിലായതിനാൽ ആധ്യാത്മിക പുരോഗതിയെക്കുറിച്ച് മിക്കവാറും മറന്നു കഴിഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥന് ഈ സത്സംഗം കൊണ്ട് ഗുണം കിട്ടുകയും ചെയ്യും. സത്സംഗം വഴി മോക്ഷം നേടാനും ദരിദ്രന് ഇതുവഴി സാധിക്കും. ഭഗവാന്റെ ഭക്തന്മാരെയും പുണ്യാത്മാക്കളെയും പോലുള്ള സജ്ജനങ്ങളായുള്ള സമ്പർക്കം ഉണ്ടാകുകയാണെങ്കിൽ സമ്പത്തും ദുരഭിമാനവും കൊണ്ട് നടക്കുന്ന ആളുകളെ കൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണുള്ളത്? ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് എന്താ, ന സാധുമന്യേ യഥ ആത്മനോയം ആസന്നവി ക്ലേശത ആസദേഹ. എല്ലാ ജീവജാലങ്ങൾക്കും തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ ജീവോ ജീവസ്യ ജീവനം. പക്ഷേ എന്തുതരം ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് നാം അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടതെന്നും പറഞ്ഞിരിക്കണം. തേന തുക്തേന ഭുഞ്ചിത. മനുഷ്യജീവികൾക്ക് അനുവദിച്ചത് മാത്രമേ കഴിക്കാവൂ. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയശ്യതി തദഹം ഭക്തിപൂർവം അശ്നാമി പ്രേതാത്മന. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഭഗവാൻ അർപ്പിച്ച ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ ഞാനത് സ്വീകരിക്കും. അപ്പോൾ വെറും പാവം മൃഗങ്ങളെ കശാപ്പുചാലിലേക്ക് കിട്ടുന്ന ഒന്ന് ഭക്തൻ കഴിക്കില്ലെന്ന് വ്യക്തം. ഭക്തൻ കഴിക്കുന്നത് കൃഷ്ണപ്രസാദമാണ്. തേന ത്യുക്തേന ഭൂഞ്ചിത. അപ്പൊ ആ പ്രസാദം നമ്മൾ ഭഗവാൻ അർപ്പിച്ച് എന്തും നമ്മൾ കഴിക്കാം. ഏതാ, പഴവർഗ്ഗങ്ങള്, മറ്റുള്ള ആഹാരങ്ങള്, അല്ലെങ്കിൽ എല്ലാം ഭഗവാൻ അർപ്പിച്ച് കഴിക്കാം. പക്ഷെ വെജിറ്റേറിയൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഭഗവാന് യജ്ഞശിഷ്ടേന സന്തോം ഉച്ചന്തേ സർവകൽമഷ. പ്രസാദം കഴിക്കൽ ശീലമാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പാപങ്ങളുണ്ടെങ്കിലും അവ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മൾ ചോറ്, അങ്ങനത്തുള്ള വസ്തുക്കൾ, എല്ലാം പനീർ, ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. എന്താ നമ്മൾ, പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് ഭഗവാൻ അർപ്പിച്ച പ്രസാദമായിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, പരമദൈവത്വ കൃഷ്ണായ അങ്ങ് ദിവ്യശക്തികൾക്കെല്ലാം അധിപനാണ്. ചിലപ്പോൾ പ്രത്യക്ഷമാവുന്നു, ചിലപ്പോൾ മറഞ്ഞു നിൽക്കുന്നതുമായ അവിടുത്തെ ശക്തികളുടെ വികാസമാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമെന്ന് ജ്ഞാനികളായ ബ്രാഹ്മണർക്ക് നിന്നറിയാം. ജീവാത്മാക്കളുടെ എല്ലാം ജീവന്റെയും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും യഥാർത്ഥ ദാതാവ് അങ്ങാണ്. ഈശ്വരനും സർവവ്യാപിയുമായ ഭഗവാൻ വിഷ്ണുവും എല്ലാറ്റിൻ്റെയും മുഖ്യത നിയന്താവും ത്രിഗുണ സത്വരജസ് തമസ് ളുടെ മായാവിദ്യയ്ക്ക് അധീനമായി പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മൂലകാരണം അവിടുന്നാണ്. ബഹു രൂപങ്ങളായ ജീവാത്മാക്കളെ എല്ലാം പരമാത്മാവായി അവിടുന്ന് കുടികൊള്ളുന്നു. അവരുടെ എല്ലാം ശരീരത്തിൽ മനസ്സിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവിടുന്ന് നന്നറിയുന്നുണ്ട്. അതിനാൽ അങ്ങ് ജീവാത്മാക്കളുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ പരമ സംവിധായകനാണ്. എന്നാൽ പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങൾക്ക് വശംവദനാണ് അങ്ങേക്ക് ചുറ്റുമുള്ള സമസ്തമെങ്കിലും അങ്ങയെ ഇത്തരം മലിനീകൃത ഗുണങ്ങളൊന്നും സ്പർശിക്കുന്നില്ല. സൃഷ്ടിക്ക് മുമ്പേ തന്നെ നിലനിന്നിരുന്ന അങ്ങയുടെ അതീന്ദ്രിയ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ഭൗതിക ഗുണങ്ങളുടെ അധികാരപരിധിയുള്ള ആർക്കും അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് സ്വന്തം ആന്തരിക ശക്തികൾ കൊണ്ട് സദാ പ്രകൃതിനായ പരബ്രഹ്മമെന്ന് അവിടുന്ന് അറിയപ്പെടുന്നു. ഈ ഭൗതിക ലോകത്തെ വിഭിന്നമായ അവതാരങ്ങളിലൂടെ മാത്രമേ അങ്ങയെ അറിയാൻ പറ്റൂ. അങ്ങ് പല ശരീരങ്ങൾ കൈക്കൊള്ളുന്നെങ്കിലും അവയൊന്നും ഭൗതിക സൃഷ്ടി ഭാഗമല്ല. അവയെല്ലാം എപ്പോഴോ സീമാതീതമായ ഐശ്വര്യം, വീര്യം, സൗന്ദര്യം, യശസ്, ജ്ഞാനം, വൈരാഗ്യം എന്നീ അതീന്ദ്രിയ ശക്തികൾ നിറഞ്ഞു നിൽക്കുന്നവയാണ്. ഭൗതികാസ്ത്രത്തിൽ ശരീരവും ശരീരിയും തമ്മിൽ ഭേദമുണ്ട്. എന്നാൽ അങ്ങയുടെ അതീവമായ ആധ്യാത്മിക ശരീരത്തോട് പ്രത്യക്ഷപ്പെടുന്നാൽ അങ്ങയിൽ ഇത്തരം വ്യത്യാസങ്ങളില്ല. അവതാരമെടുക്കുമ്പോഴൊക്കെ
അങ്ങ് ഭഗവാൻ തന്നെയാണ്. അങ്ങയുടെ അസാധാരണ കർമ്മങ്ങൾ തന്നെ തെളിയുന്നു. ഭൗതികാസ്വസ്ഥയിലുള്ള ഒരാൾക്ക് ഇത്തരം അസാധാരണ പ്രവൃത്തികൾ ചെയ്യാനാവില്ല. ജീവാത്മാക്കളുടെ ജനന മരണങ്ങൾക്കും മോക്ഷത്തിനും കാരണവാനായി പരമ്പൊരുളായ അങ്ങിപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഏവരിലും ചൊരിയാൻ അങ്ങേക്ക് കഴിയും. അവിടുത്തെ പൂർണ്ണ വികാസങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമാണ് അങ്ങ്. ഭഗവാനെ, അങ്ങ് സർവ നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും പ്രഭാവമാണ്. ഞങ്ങൾ അങ്ങയെ പ്രണമിക്കുന്നു. സർവ്വവ്യാപിയായ പരിമ്പൊരുളും ശാന്തിയുടെ ഉറവിടവും യദുവംശത്തിലെ സർവോന്നതനായ വ്യക്തിയും അങ്ങ് തന്നെയാണ്. ഭഗവാനെ, ഞങ്ങളുടെ പിതാവായ കുബേരൻ അവിടുത്തെ സേവകനാണ്. അതുപോലെ മാമുനി ശ്രേഷ്ഠനായ നാരദൻ അവിടുത്തെ ദാസനാണ്. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങയുടെ മഹിമകൾ കേട്ട് പ്രകീർത്തിച്ചും സദാ അങ്ങയുടെ അതീന്ദ്രമായ ഭക്തിയുത സേവനത്തിൽ സദാ വ്യാപൃതരായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാണ് നളഗിരീവ മണിഗിരിവന്മാരുടെ അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ നാരദമുനിയെ കാണാനും നാരദമുനിയിൽ നിന്ന് ഭക്തിയുത സേവനത്തിൽ സദാ വ്യാപൃതരാകാനും സാധിച്ചു. അങ്ങനെ അവരുടെ കഴിഞ്ഞ ജന്മങ്ങളെ പറ്റിയൊക്കെ അവർ ഭഗവാനോട് അനുഗ്രഹിക്കണമേ ഇതിലെല്ലാം മാറി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മറ്റ് അവയവങ്ങളും സദാ അവിടുത്തെ പരിചരണങ്ങളിൽ എല്ലാ ഇന്ദ്രിയങ്ങളും വ്യാപൃതരാകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ പാതാരവിന്ദങ്ങൾ ഏകാഗ്രമായി നിലക്കട്ടെ. സർവ്വവ്യാപിയായ അവിടുത്തെ വിശ്വരൂപത്തിന് മുമ്പിൽ ഞങ്ങളുടെ ശിരസ് സദാ കുമ്പിടുമാറാകട്ടെ. അപ്പം നളഗ്രീവ മണിഗ്രീവന്മാർ പ്രാർത്ഥന ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യശോദ കയറുകൊണ്ട് ഉരലിനോട് ബന്ധിച്ചിരിക്കുന്ന ഗോകുലത്തിൻ്റെ ഉടമയും അധിപനുമായ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിയിട്ടു. ഇങ്ങനെ അരുളി ചെയ്തു. ഗോകുലത്തിൽ പിറന്ന് അത്യാസാധാരണമായ സൗന്ദര്യത്തിൻ്റെ അളവറ്റ സമ്പത്തിൻ്റെയും ഉടമകളായതിനാൽ ഫലമായി നിങ്ങൾ എത്തിച്ചേർന്ന ബീഭത്സമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതിലൂടെ തൻ്റെ അഹൈത്തുകമായ കാരുണ്യമാണ് എൻ്റെ ഭക്തനായ നാരദമുനി പ്രകടിപ്പിച്ചതെന്ന് എനിക്കറിയാം. ഭഗവാൻ പറയുകയാണ്, നരകീയ ജീവിതത്തിൻ്റെ ഏറ്റവും അധപ്പതിച്ച നിലയ്ക്ക് വഴുതി വീഴുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷവച്ചിരിക്കുകയാണ്. അപ്പം ഭക്തന്മാരാണ് ഇങ്ങനെയുള്ള അധമന്മാരായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാനുള്ള ഒരു കൊടുക്കുന്നത്, ഒരു ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അവരെ രക്ഷിക്കാരാ ഈ നളകുബരന്മാരും മണിഗ്രീവന്മാരും അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകാനുള്ള വഴിയാണിത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും അധപ്പതിച്ച നിലയിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം എനിക്കറിയാവുന്നത് തന്നെയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ലേ? കാരണം അദ്ദേഹം നിങ്ങളെ ശപിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹത്തെ ദർശിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിച്ചു. നാരദമുനിയെ ദർശിക്കാനും അതായത് സാധുവിനെ രക്ഷിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ സർവസിദ്ധി, എല്ലാ സിദ്ധികളും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ ദർശിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിച്ചു. സദാ ശാന്തനും എല്ലാവരിലും കാരുണ്യമുള്ളവനുമായ നാരദനെ പോലുള്ള പുണ്യശ്ലോകനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ബദ്ധാത്മാവ് തൽക്ഷണം തന്നെ വിമുക്തനായിത്തീരും. പൂർണ്ണമായ സൂര്യപ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലെയാണിത്. ഇവിടെ കാഴ്ചയ്ക്ക് തടസ്സമില്ലല്ലോ. അതിനാൽ നളകുബേര മണിഗ്രവന്മാരെ, നിങ്ങളുടെ ജീവിതം പൂർണ്ണ വിജയത്തിലെ എത്തി. അപ്പോൾ അവർ രക്ഷപ്പെട്ടു. കാരണം എന്താ? നാരദമുനിയെ കണ്ടു, സത്സംഗം കിട്ടി, ഭഗവാനെ കാണാൻ അവരിലൂടെ അവർക്ക് കൂടുതൽ, അവരെ ശപിച്ചെങ്കിലും അവർക്ക് ആ ശാപം ഒരു അനുഗ്രഹമായിട്ട് തീർന്നു. എങ്ങനെയാണ്? ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റി. നിങ്ങളിൽ എന്നെക്കുറിച്ച് ഹർഷാലുമായ പ്രേമം വളർന്നിരിക്കുകയാണ്. ഭൗതിക അസ്വസ്ഥത്തിനുള്ളിൽ നിങ്ങളുടെ അവസാനത്തെ ജന്മമാണിത്. അപ്പോൾ അവരുടെ അവസാനത്തെ ജന്മം ഇതോടുകൂടി തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സ്വർലോകത്ത് നിങ്ങളുടെ പിതൃധാമത്തിലേക്ക് മടങ്ങിപ്പോകാം. തുടർന്ന് ഭക്തിയോഗത്തിൽ തന്നെ നിലകൊള്ളുന്നവരുടെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും ഈ ജന്മത്തിൽ തന്നെ അവർക്ക് ഇത് നാരദമുനിയിൽ നിന്ന് ഇങ്ങനെ അനുഗ്രഹം കിട്ടി അവർ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരും, മോക്ഷം ലഭിക്കുകയും ചെയ്യും. തുടർന്ന് ആ ദേവന്മാർ ഭഗവാനെ പലതവണ പ്രദക്ഷിണം ചെയ്ത്, ഇതൊക്കെ ഗോകുലത്തിൽ സംഭവിച്ചതാണ്, പ്രദക്ഷിണം ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും പ്രണമിക്കുകയാണ്. അതിനുശേഷം അവിടെ വിട്ടുപോയി. ഭഗവാൻ പിന്നെ ഉരലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് എല്ലാം കേൾക്കുന്നതും കാണുന്നതും. വാബാത്തെ ഹരേ കൃഷ്ണ ഇത് പറഞ്ഞോ? അപ്പൊ എന്താണ്? ബ്രഹ്മാണ്ട ഭ്രമിതേ കോനെ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദ. അപ്പൊ ഗുരുവിൻ്റെയും ഭഗവാന്റെയും ആ കൃഷ്ണ പ്രസാദം, ആ ഭക്തിലത ബീജം കൊണ്ട് മാത്രമേ ഇതെല്ലാം സംഭവിക്കാൻ ആണ് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ എല്ലാവർക്കും നമ്മൾ കലിയുഗത്തിൽ കാണാവുന്നതാണ്. നമ്മൾ നിത്യവും ഓരോ വ്യക്തികളെയും നിത്യം
ഭഗവാന്റെ നാമം ജപിക്കുകയും മറ്റുള്ള ബദ്ധാത്മാക്കളെ ഭക്തിയുത സേവനത്തിലേക്ക് വരുത്തുകയും അതിലൂടെ അവരെ കൂടുതൽ കൂടുതൽ കൃഷ്ണാബോധത്തിലേക്ക് വരുത്തുകയും അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളും. അപ്പം അതിലൂടെ ആ സത്സംഗത്തിലൂടെ നാരദമുനിയിലൂടെ അവർക്ക് കിട്ടിയ അനുഗ്രഹം കൊണ്ട് അവർ ഭഗവാനെ തിരിച്ചറിയുകയും അതിലൂടെ അവർക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് അവർക്ക് എന്താ സജ്ജന സമ്പർക്കത്തിൻ്റെ ഭാഗ്യം ലഭിച്ചയാൾ അവരുടെ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ഭൗതിക മോഹങ്ങളിൽ നിന്ന് മുക്തനായി കൂടുതൽ കൂടുതൽ പരിശുദ്ധിയാർജിച്ചെന്നാണ് പറഞ്ഞത്. സദാം പ്രസംഗാൻ മമവീര്യ സംവിദോ ഭവന്തി ഹൃത് കരുണ രസായനം കഥ തജ്ജോഷണ ദേശാശ്വപവർഗ അപവർഗവർമിനി ശ്രദ്ധാം അനുക്രമിഷ്യതി എന്നാണ് പറഞ്ഞത്. അപ്പൊ സജ്ജന സമ്പർക്കത്തിന്റെ ഭാഗ്യം ലഭിച്ചയാൾ തജ്ജോഷണ അപവർഗ വർമിനി ശ്രദ്ധ രതിർ ഭക്തിർ പിന്തുടർന്ന് ഭൗതിക സുഖഭോഗങ്ങളിൽ നിന്ന് മുക്തരായി കൂടുതൽ പരിശുദ്ധരാക്കാൻ സാധിച്ചു. ഇപ്പൊ കൃഷ്ണേർ ബഹുമേ ഹയേ ഭോഗവാഞ്ചകരെ നികടസ്ഥ മായാധാരേ ചാപടിയാധരേ. കൃഷ്ണനെ മറക്കലും ഇന്ദ്രിയ സുഖ തൃഷ്ണ വർദ്ധിക്കലുമാണ് ഭൗതിക ജീവിതം. അപ്പോൾ കൃഷ്ണനെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യണം? മറ്റുള്ളവര് നമ്മളെ പോലുള്ളവരല്ല, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ല, മറ്റു ആൾക്കാർ എന്താ ഭൗതിക ലോകത്ത് അതിന് അഡിക്റ്റായിട്ട് അതിനെ ജീവിതത്തിൽ ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഞാൻ ശരീരമല്ല, അല്ല ഞാൻ ആത്മാവല്ല, ഞാൻ ശരീരം എന്നൊക്കെ ഉള്ള ചിന്തയിലൂടെ അഹങ്കാരമായിട്ട് മതോന്മത്തരായിട്ട് ഭൗതികത്തിൽ കൂടുതൽ അറ്റാച്ചായിട്ട് കൂടുതൽ അഡിക്റ്റായിട്ട് ജീവിക്കുന്ന വ്യക്തികളോടുള്ള ഒരു കാര്യമാണ്. കൃഷ്ണനെ മറന്നിട്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലേ? ഇന്ദ്രിയ സുഖ തൃഷ്ണ വർദ്ധിക്കലുമാണ് ഭൗതിക ജീവിതം. ഇതാണ് ജീവിതം, ഇതാണ്. പക്ഷെ സജ്ജനങ്ങളുടെ ഉപദേശങ്ങൾ ലഭിക്കുകയും ഭൗതിക തൃഷ്ണകളുടെ പ്രാധാന്യം മറക്കുകയും ചെയ്താൽ ഒരാൾ തനിയെ പരിശുദ്ധനാക്കിക്കൊള്ളും. അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞില്ലേ, ചേതോ ദർപ്പണമാർജനം ഭവമഹ ദാവാഗ്നി നിർവാപണം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതൂർ ജീവനം ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാശ്രയ. അതെ, ആ ചൈതന്യ ആ മഹാപ്രഭുവിൻ്റെ അഷ്ടകത്തിലൂടെ അല്ലെങ്കിൽ ആ കാര്യത്തിലൂടെ നമുക്ക് അറിയാവുന്നതാണ്. മനസ്സിലുള്ള ആ പൊടിപടലങ്ങൾ മാറ്റി നമുക്ക് നിത്യവും നാമസേവനങ്ങളും നാമാർപ്പണവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ ജീവിത രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും ഭഗവാന്റെ ആ ഭൗതിക ജീവിതത്തിൻ്റെ ആളിക്കത്തുന്ന കാട്ടുതീയുടെ കൊടും യാതനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള വഴിയാണ് സാധുനാം സമചിത്താന മുകുന്ദചരണേഷിനാം ഉപേക്ഷ്യ കിം ധനസ്ഥം ഭൈര സദ്വിത സദാശ്രയേ. സാധുക്കൾ അഥവാ സജ്ജനങ്ങൾ ദിവസത്തിൽ 24 മണിക്കൂറും ഭഗവാന്റെ നാമം ജപിക്കുകയും അവർക്ക് മറ്റൊരു താല്പര്യവുമില്ലാതെ ശ്രേഷ്ഠനായ ആത്മീയ പുരുഷന്മാരുടെ സത്സംഗത്തെ നാരദമുനിയെപ്പോലുള്ള, അതാണ് നാരദമുനിയായിട്ടുള്ള സത്സംഗത്തിലൂടെയാണ് ഇതെല്ലാം അവർക്ക് സംഭവിച്ചത്. അതേപോലെ ഭൗതിക ലോകത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ആത്മീയ പുരുഷന്മാരുടെ സത്സംഗത്തെ സമ്പന്നരും അഹങ്കാരികളുമായ ഭൗതികവാദികളുമായി ഇടപെടാനുള്ള ആ ഭക്തിഹീനരുടെ ആശ്രയം സ്വീകരിക്കാനും ആണ് പറയണത്. അല്ല, അവർക്ക് ആശ്രയം കൊടുത്ത് അവരെ രക്ഷിക്കുക. ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഒട്ടും വ്യതിചലിക്കാതെ മുഴുകിയിരിക്കുന്ന ആളാണ് ആരാണ്? ഇങ്ങനെയുള്ള സാധുക്കൾ. അപ്പൊ അവരുടെ സത്സംഗം കൊണ്ട്, സാധുക്കളുടെ സത്സംഗം കൊണ്ട്, അല്ലെങ്കിൽ ആത്മീയ പുരുഷന്മാരുടെ സത്സംഗം കൊണ്ട്, കാരണം ഇതെല്ലാം മറ്റുള്ളവർ അവഗണിക്കുകയാണ്, അല്ലേ? ഇതൊന്നും അറിയാം, എനിക്കെല്ലാം അറിയാം, എനിക്ക് ഭഗവത്ഗീത അറിയാം, ഭാഗവതം അറിയാം, എല്ലാം അറിയാം. പക്ഷെ ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞ, ഭഗവത്ഗീതയിൽ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. കൃഷ്ണൻ ഇങ്ങനെയാണ്, ഭഗവാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം. അപ്പം ഭഗവാന്റെ ഭക്തിത്വ സേവനത്തിൽ നിരന്തരമായ ആ സേവനത്തിലൂടെ, നിരന്തരമായ ഭഗവത് പ്രസാദത്തിലൂടെ ആ ഒരു എല്ലാ ജീവജാലങ്ങളുടെയും സഹിഷ്ണുത കാണിക്കുന്ന ആളാണ് സാധു. അപ്പൊ കാരുണ്യവും സഹൃദയവും ഉള്ള ആളായിരിക്കും. അയാൾക്ക് ശത്രുക്കളില്ല. ആർക്ക്? സാധുക്കന്മാർ ശത്രുക്കളൊന്നുമില്ല. തികച്ചും ശാന്തനായ ഭക്തനായിരിക്കും, അല്ലേ? അപ്പൊ ആ കാരുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സത്സംഗത്തിലൂടെ നമ്മുടെ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ കാരുണ്യം കിട്ടണം. എന്താ? തിദിക്ഷിവ കാരുണിക സുഹൃത സർവദേഹിനാം അജാത ശത്രുശാന്ത സാധവ സാധുഭൂഷണം. അപ്പൊ സാധുക്കളുടെ എന്താ ഭൂഷണം എന്ന് പറയുന്നത് അജാത ശത്രുക്കളേ ഇല്ല അവർക്ക്. എല്ലാവരെയും, ഏത് തമോ ഗുണത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ പോലും അവർക്ക് സത്സംഗം കൊടുത്ത് അവരെ സ്വാത്വികമായ ഭാവത്തിലേക്ക് കൊണ്ടുവരും. അതാണ്.
പറയേണ്ടത്. കാരണം ഇന്നത്തെ യുഗത്തില് ആൾക്കാർ കൃഷ്ണന് സ്വയം സമർപ്പിക്കാത്തവരും ഭഗവാനെ കുറിച്ച് അറിയാത്തവരും പാപികളും മൂഢന്മാരും താഴെക്കിടക്കാർ ഏറ്റവും കുറഞ്ഞ നരാധമൻ എന്നാണ് പറയുന്നത്. ആ ലോകമെങ്ങും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ രൂപത്തിൽ നമുക്ക് പല ആൾക്കാരും വരുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ വൈഷ്ണവ സംസർഗം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സത്സംഗത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റൂ. നമോ ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്റെ നരാധമ മായയാ അവൃതജ്ഞാനം ആസുരം ഭാവം ആശ്രിതം. അവർ മായയുടെ പടത്തിൽ ഇങ്ങനെ ലയിച്ച് കിടക്കുകയാണ്. പക്ഷെ അതിനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ സത്സംഗം ചെയ്ത് നാമം ജപിച്ച് നാരദമുനിയെപ്പോലുള്ള ഭക്തന്മാരായിട്ട് മാറി എന്താണോ നാരദമുനി ചെയ്തത് അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് ഈ നളഗ്രീവ മണിഗ്രൂപൻ എന്നീ 2 യുവാക്കൾ ഭാഗ്യം കൊണ്ട് ആ ദേവനായ കുബേരന്റെ പുത്രന്മാരായി തീർന്നു. പക്ഷേ മിഥ്യാഹങ്കാരും മദ്യപാനത്തിലുണ്ടായ ഉന്മത്തയും നിമിത്തം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ജീവിക്കുമെങ്കിലും അവസാനം ഇവർക്ക് വൃക്ഷശരീരങ്ങൾ ലഭിച്ചു. അപ്പൊ അവരെയൊക്കെ ആ നാരദമുനിയുടെ ശാപം കൊണ്ട് അവർ രക്ഷപ്പെടുകയും ഇങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള അനുഗ്രഹത്താൽ അവര് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ കലിയുഗത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ദേവന്മാർ ഭഗവാനെ പലതവണ പ്രദർശിപ്പിച്ചതെല്ലാം അവരെല്ലാം കണ്ട് അവരോടെല്ലാം ഉള്ള ആ ഒരു അവരെയൊക്കെ ഈ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ സാഷ്ടാംഗം പ്രണാമം അർപ്പിച്ച് അവിടം വിട്ട് നാരദമുനി പോകുന്നു. പക്ഷെ ഭഗവാൻ എന്താ ഉരലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അതാ അതാണ് ദാമോദര പൂജ നമ്മൾ ചെയ്യുന്ന ആ ദാമോദരന്റെ രീതിയിൽ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. പരമമംഗളകരനായ നന്മയുടെ മൂർത്തിഭാവമായ ആ ഭഗവാന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുക. എന്താ നമ പരമകല്യാണ നവപരമമംഗളം വാസുദേവായ ശാന്തായ യദുനാം പദയേ നമഃ. ഏത് അവതാരത്തിലായാലും സാധുക്കളെ സജ്ജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് പരിത്രാണായ സാധൂനാം കൃഷ്ണൻ വരുന്നതെന്നതിനാൽ പരമകല്യാണ എന്ന് വിശേഷിപ്പിച്ചിട്ട് ആ സാധുക്കളെ അഥവാ ഭക്തരെ ഭക്തിഹീനർ സദാ ദ്രോഹിക്കും. അല്ലെ, നമുക്ക് ജീവിതത്തിൽ അറിയാവുന്നതാണ്. ഭക്തിഹീനന്മാരായിട്ട് ആൾക്കാർ എന്തിനാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും, അല്ല നമ്മുടെ വീടുകളിൽ നമ്മുടെ ഫ്രണ്ട് ഇതൊക്കെ ഉണ്ടാവും. എന്തിനാണ് ഇതിനൊക്കെ പോണത്, ഈ സമയത്ത് എൻജോയ് എന്താണ് ഇതിനൊക്കെ പോയിട്ട് ഈ ജപമാലയൊക്കെ എടുത്ത് എന്താ കാര്യമുള്ളത്, നാമം ജപിക്കണേ എന്താണ്, ഭഗവത്ഗീത പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് തമോ ഗുണത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മായയായിട്ട് വരുന്നതാണ് നമ്മളെ ദ്രോഹിക്കാനായിട്ട്. അവർക്കും കൂടെ ആശ്വാസം കൊടുക്കും ആരാ? കൃഷ്ണൻ എന്ന് പറഞ്ഞ കളിയാക്കിക്കൊണ്ട് പോലും ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അവർ പോലും രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പ്രഥമവും പ്രധാനമായ താല്പര്യമാണ് അസുരന്മാരെ ഒന്നിനു പിന്നാലെ ഒന്നായി കൊന്നൊടുക്കുക. അതിനാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ. അപ്പൊ ഭഗവാൻ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താ കലിയുഗത്തിൽ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. സർവവും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തി ഋഷികേശ സേവനം ഭക്തിരുച്ചതേ. നാരദപഞ്ചരാത്തിൽ പറഞ്ഞതാണ് എല്ലാ മനസ്സും ശരീരം ഇന്ദ്രിയങ്ങൾ എല്ലാം കൃഷ്ണാവബോധ സേവനത്തിൽ മുഴുകണം. ഭക്തി വിശാരദന്മാരായ നാരദൻ, സ്വയംഭൂ, ശംഭു എന്നിവരിൽ നിന്ന് അഭ്യസിക്കുക. അതാണ് അവരുടെ പാതയിൽ അവരുടെ പന്ഥാവിലൂടെ മഹാമനസ്സു മാമ്പാർത്ത മഹാത്മാക്കളായുള്ള അവരുടെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. സമയായ പിന്നെന്താ ഇതിനകത്ത് പറയുന്നേ? ഇത്തം സങ്കീർത്യതാഭ്യോ ഭഗവാൻ ഗോകുലേശ്വരോ ദാംനാം ചോലു ഫലേബദ്ധ പ്രഹസന്നാഹ കൂഹ്യക. അപ്പൊ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ഭക്തിത സേവനത്തിൽ എത്തിച്ചേരുകയും സദാ ഭക്തിപരമായ
പ്രവർത്തികളിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഇത് മനസ്സിലാക്കിയ ഇങ്ങനെയാണ് നളകുബേര മണിഗ്രീവന്മാരും മനസ്സിലാക്കിയത്. അപ്പൊ ഇത് തന്നെയാണ് കലിയുഗത്തിൽ ചെയ്യേണ്ട യജ്ഞങ്ങൾ. ഇപ്പൊ ആ കലിയുഗത്തിലെ യജ്ഞം എന്താണ്? നാമയജ്ഞം. ആ ഭഗവാന്റെ നാമം സദാ ഉരുവിടുകയാണെങ്കിൽ, സാധുസംഘം കിട്ടുകയാണെങ്കിൽ എല്ലാവിധ സിദ്ധികളും ലഭിക്കും. സാധുസംഘേ സർവശാസ്ത്രകയ ലവമാത്രേ സാധുസംഘേ സർവസിദ്ധികയ. പിന്നെന്താ? എപ്പോഴും ഭഗവാന്റെ തിരുനാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ജപവും സത്സംഗത്തിലൂടെ ഇങ്ങനെയുള്ള തഥാരജ സ്തമോഭാവ കാമലോകതേച്ഛേതരേന്ദ്രനാവർത്തിയം സ്ഥിതം സത്വേ പ്രസിദ്ധി, സ്ഥിരമായിട്ടുള്ള ആ ഗോവിന്ദനെ ഭജിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഗോവിന്ദദാസനാകാനുള്ള ഏകാന്ത ഭക്തിർ ഗോവിന്ദേ. അപ്പൊ അതിലുള്ള അവസരമാണ് നമുക്ക് കലിയുഗത്തിൽ ഉള്ളത്. അപ്പൊ ആ കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി അത് തന്നെയാണ്. അതാണ് മനുഷ്യജന്മം കിട്ടിയ ഏതൊരു വ്യക്തിക്കും, ഏതൊരാൾക്കും, ഈ ജന്മം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ ജന്മം ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാതെ, കാരണം ശ്രീ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞ കൗമാരേ ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതനീക ദുർലഭം മാനുഷൻ ജന്മം തദപ്യുതി വർഷതം എന്നാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ കൗമാരപ്രായത്തില് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തോ നമുക്ക് ഇപ്പോഴാണ് ഇതെല്ലാം കിട്ടിയത്. ഈ പ്രായം വളരെ ഏറിയിട്ടും ഇപ്പോഴാണ് കിട്ടിയത്. പക്ഷെ കുട്ടികളെ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും നമ്മുടെ പരമ്പരകളെയൊക്കെ ഈ കാര്യം പറഞ്ഞ് ഇതാണ് കലിയുഗത്തിലെ ധർമ്മം എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ഭഗവത്ഗീത ജീവിതത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഭഗവത്ഗീത, ഭാഗവതം, ശാസ്ത്രം പഠിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. ഇതൊക്കെ പഠിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ ബന്ധം മനുഷ്യജന്മത്തിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, നാമമാണ് ഏറ്റവും ഉച്ചത്തിൽ. നാമവിന് കലികാലെ നഹി ആരധർമ്മ സർവമന്ത്രസാരനാമ ഈ ശാസ്ത്രധർമ്മ. ഇത് ശാസ്ത്രത്തിന്റെ ഈ ധർമ്മമാണ്. ഈ കലിയുഗത്തിൽ തിരുനാമജപമില്ലാതെ മറ്റൊരു അനുഷ്ഠാനവും ഇല്ല. ഈ വേദശാസ്ത്രങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്ന ഇതാണ്. ആ ഒരു ജ്ഞാനം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ ഒരു സാത്വികമായിട്ടുള്ള ഭാവത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതീന്ദ്രിയമായ ഭഗവാന്റെ പ്രേമഭക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ പരമമായ കർമ്മം, ആ ഒരു പരമമായ അത് സ്വന്തം ആത്മാവിനെ സംതൃപ്തമാക്കുന്ന തരത്തിൽ ആ പരമാത്മാവിനെ അലങ്കരിക്കുന്ന ഒരു പ്രക്രിയയാണത്. അപ്പൊ അത് ഇടതടവില്ലാതെ വേണം ഇതെല്ലാം ആചരിക്കാൻ. അപ്പൊ ഭാഗവത്തിൽ പറഞ്ഞ ആചാരം പ്രചാരം, ആചരിക്കുക, അത് പ്രചരിപ്പിക്കുക, മറ്റുള്ളവരേക്കും എത്തിക്കുക. അതാണ് ഗദ്ധാത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള ആ കാരുണ്യം. നാരദമുനി ചെയ്ത പോലെ ആ കാരുണ്യം എല്ലാവർക്കും എല്ലാവരോടും ഉണ്ടാവണം. മൈത്രം കരുണേവച ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞ എല്ലാവർക്കും ഉള്ള മൈത്രി ഭാവം. തമോ ഗുണത്തിലാണോ, അല്ലെങ്കിൽ സത്വഗുണത്തിലാണോ, രജോ ഗുണത്തിലാണോ, അല്ലെങ്കിൽ അവർ നാമം ജപിക്കുന്നില്ലേ, അവരോടും വേണം ഒരു അനുകമ്പ വേണം. എന്നാൽ മാത്രമേ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഈ കലിയുഗത്തിൽ. അത് അത്രയും മാധുര്യമുള്ളതാണ്. ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് എല്ലാ രീതിയിലുള്ള ആൾക്കാരെയാണ് അനുഗ്രഹിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കാരണം എന്താ? ഈ ശരീരം എപ്പോഴും അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള ഇതം ശരീരം പരിണാമപേശലം. നൂതമാല സ്വസ്തി പറയുന്നില്ല, ഇതം ശരീരം പരിണാമപേശലം പതന്തി വശ്യം ശതസന്ധി ജർജരം. ഓരോ നമ്മൾക്ക് സന്ധികളും അതൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിം ഔഷധം പൃച്ഛ മുടേ ദുർമതേ നിരാമയം കൃഷ്ണരസായനം പിഭ എന്നാ പറയുന്നത്. ആ കൃഷ്ണരസായനം കുടിക്കണം. എങ്ങനെയാ? കർണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ഈ കലിയുഗത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ ഗതിരന്നത. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. ആ വേദസാഹിത്യ ശ്രവണത്തിലൂടെ ഭാഗവതം, ഭഗവത്ഗീത മുതലായ പരമസാഹിത്യമായ ആ ശ്രവണത്തിലൂടെ മാത്രമേ ശ്രവണമാണ് പ്രാധാന്യം. ആ ശ്രവണത്തിലൂടെ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനുള്ള ആ പ്രേമയുധ സേവനം, ആ വികാരം നമുക്ക് നാമ്പെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമുക്ക് അന്തരീക്ഷത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലുള്ള, അല്ലെങ്കിൽ നമ്മളിലുള്ള ഇങ്ങനെ തമോ ഗുണത്തിൽപ്പെട്ടവർക്കുള്ള ശോകം, മായ,
ഭയം എന്നീ വികാരങ്ങൾ നഷ്ടപ്പെടും, അല്ല അപഹരിച്ചെടുക്കും. ആ ചിത്തച്ചോരനാണ് ഭഗവാൻ അല്ലേ ഗുരുവായൂരപ്പൻ. ചിത്തച്ചോരൻ, മക്കൻ ചോരൻ ഒക്കെ പറയില്ലേ. അപ്പൊ നമ്മുടെ ചിത്തത്തെ ഭഗവാൻ കവർന്നെടുക്കും. അങ്ങനെയുള്ള ഭഗവാനാണ് എന്താ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞത്, യേസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിരുൽപത്യതേ പുംസ ശോക മോഹ ഭയം. ഇതിലൂടെ ഇതെല്ലാം ഭഗവാൻ കവർന്നെടുക്കും. എന്നിട്ട് നമുക്ക് നമ്മളോട് അനുകമ്പ കൃപ ഇതെല്ലാം കാണിക്കും. അപ്പൊ അതിനുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുക. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധത്തിൽ നമ്മുടെ ജീവിതം നയിക്കുക, മറ്റുള്ളവരെയും കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരിക. അവർക്കും ആ സന്തോഷം നമ്മളിൽ എങ്ങനെയാണോ നമുക്ക് ഭഗവാനെ പരമാത്മാവിനെ അലങ്കരിച്ചപ്പോൾ നമ്മുടെ മനസ്സും ശാന്തമായി, നമുക്ക് നമ്മുടെ ശാന്തി സമാധാനം കിട്ടിയത്, അതുപോലെ മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്നുള്ളതാണ് ഒരു ഭക്തന്റെ അനുകമ്പ. അതാണ് അതിനുവേണ്ടി എന്താ ചെയ്യണ്ടേ? ഭഗവാനോടുള്ള വിശ്വാസം, പിന്നെന്താ ശരണാഗതി, അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം, രക്ഷിതേതി വിശ്വാസോ ഗോപ്തേത്വോ വർണ്ണം തഥാ ആത്മനിക്ഷേപകാർപ്പണ്യോ ഷഡ്വിധ ശരണാഗതി. ഫുൾ 100% ശരണാഗതി അല്ലേ. എല്ലാ ധർമ്മങ്ങളും എല്ലാം മറ്റുള്ള ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അതെല്ലാം മാറ്റിയിട്ട് എന്താ സർവധർമ്മ പരിത്യജ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. മാ ശുച എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് വറി, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം, നീ എന്നിൽ ശരണാഗതിയാവൂ, എൻ്റെ നാമം ജപിക്കൂ, എൻ്റെ സത്സംഗത്തിൽ വരൂ, എൻ്റെ പ്രസാദം കഴിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനുള്ള ആ ഒരു കൃപ ഏതൊരു വ്യക്തിക്കും നമുക്ക് കാണിക്കാവുന്നതാണ്. ഈ മനുഷ്യജന്മം തന്നത് തന്നെ അതിനാണ്. അപ്പോൾ ആ മനുഷ്യജന്മം നമ്മൾ ഭക്തിയുത സേവനത്തിന് അനുകൂലമായ ഘടകങ്ങളെയൊക്കെ സ്വീകരിച്ച് അല്ലാത്തവയെ തിരസ്കരിച്ച് കൃഷ്ണൻ തന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഭഗവാനെ സ്വന്തം രക്ഷകർത്താവായോ ഭഗവാനെ യജമാനായോ അല്ലെങ്കിൽ ആരുമായിട്ടും ഫ്രണ്ടായിട്ടോ പല രീതിയിൽ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഒരു ഇതല്ലാതെ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ പറഞ്ഞ ഈ ഒരു മഹാജനങ്ങളെ സ്വയംഭൂ, നാരദമുനി, മഹാദേവൻ, ശംഭു, സനൽകുമാരന്മാര്, കപിലമുനി, പ്രഹ്ലാദ് മഹാരാജാവ്, ഭീഷ്മ മഹാരാജാവ്, ബലി മഹാരാജാവ്, ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് അവരുടെ വഴിയെ അവര് പോയ വഴിയെ നമ്മളും പോകണം. സ്വയംഭൂമനു, പ്രഹ്ലാദ് മഹാരാജാവ്, ശുകദേവ് ഗോസ്വാമി, അവരെന്താണോ നമുക്ക് കാണിച്ചിരുന്ന വഴി അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് നാമം ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം കലിയുഗത്തിൽ. ഇതിനെല്ലാത്തിനും ഒറ്റ മൂലി അതാണ് ഭഗവാന്റെ. എന്നാൽ മാത്രമേ നമുക്ക് മരണസമയത്ത് നമുക്ക് അജാമിള മോക്ഷന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ പുത്രന്മാരെപ്പോൾ നല്ലവരായ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ, ഭഗവാന്റെ ദിവ്യനാമകീർത്തനം എത്ര മഹത്തരമാണെന്ന് നോക്കുക. മഹാപാപിയായിരുന്ന അജാമിളന്റെ ഭഗവാന്റെ ദിവ്യനാമം അറിവില്ലാതെ കീർത്തിച്ചപ്പോൾ അതാണ് കേന പ്രകാരേണ ഭഗവാന്റെ നാമം ജപിച്ചാൽ നാമോച്ചാരണ മാഹാത്മ്യം ഹരേ പശ്യത പുത്രക അജാമിളോപി ഏനൈവ മൃത്യുപാശതമുച്യത. ആ മൃത്യുപാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ പൊരുൾ തേടുന്നതിന് ഇതെന്താണ് അർത്ഥം, എങ്ങനെ ജപിക്കുന്നത്, ഹരേ രാമ ആദ്യം ജപിക്കണോ, ഹരേ കൃഷ്ണ എങ്ങനെ വേണമെങ്കിലും ജപിച്ചോ, ഏത് മന്ത്രം ജപിച്ചോ എന്നാണ് പറയുന്നത്. പാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹരേകൃഷ്ണ. പക്ഷേ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനം. ആ ഹരിനാമ സങ്കീർത്തനം നമുക്ക് മഹാമന്ത്ര ജപത്തിന്റെ പൊരുൾ തേടുന്നതിനോ ഇവിടെ ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് ജപിക്കണം എന്നൊന്നുമില്ല. അതിന്റെ പൊരുൾ തേടുന്നതിനോ അതിന്റെ സ്വഭാവ ഗവേഷണത്തെ പറ്റി ഗവേഷണം ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ഭഗവാന്റെ ദിവ്യനാമം ഇടതടവില്ലാതെ ഉച്ചത്തിൽ ഹരിയുടെ ഗർജനം കേൾക്കുന്ന മാത്രയിൽ സർവ്വപാപങ്ങളും ഹനിക്കുമെന്നാണ്. അപ്പൊ ആ ദിവ്യനാമം ഇടതടവില്ലാതെ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായ പദവിയിൽ എത്തിപ്പെടാമെന്നാണ് പറയുന്നത്. അതാണ് അജാമിളന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അജാമിളനെ വിഷ്ണുദൂതന്മാർ വന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ ഈ ദുഷ്കൃതികളുടെ ഫലങ്ങളൊക്കെ ക്ഷമയോടെ അനുഭവിച്ചുകൊണ്ട് മനസാ വാച കർമ്മണ അങ്ങയെ സാദരം പ്രണമിച്ചുകൊണ്ടും അങ്ങയുടെ അഹൈത്തുകമായ കാരുണ്യത്തിനായി കാത്തിരിക്കുന്ന ഒരുവൻ മോക്ഷത്തിന് അർഹമാണെന്നാണ് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ മിനിഞ്ഞാത്ത പൂതനാമോക്ഷത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. പൂതനയെ എത്ര
തത്തേന് കമ്പാ സുസുമീക്ഷമാണോ ഭൂഞ്ചാനേവാകൃതം വിഭാഗം ഹൃദ്വേഗ് വപൂർ നമസ്തേ ജീവേദയോ മുക്തി പദ സേവയോ ഭാഗം. അതായത് നിയമാനുസൃതമായി, അതായത് നമ്മുടെ 4 നിയമങ്ങളായിട്ട് മീറ്റ് ഈറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇൻടോക്സിക്കേഷൻ, ഇലിസിറ്റേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നിയമാനുസൃതമായിട്ട് നമ്മൾ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷപ്പെടുത്തും, രക്ഷിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ ഭഗവാൻ എടുത്തിട്ടുണ്ട്. ഭഗവാന്റെ നാമം ജപിച്ചും സത്സംഗത്തിലൂടെയും സാത്വികമായിട്ട് ഭാവത്തോടെയും ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതാണ്. മാ ശുചക, യു ഡോണ്ട് വറി, നിന്നെ രക്ഷിച്ചുകൊള്ളാം. ആ ഉറച്ച വിശ്വാസമാണ് രക്ഷിതേതി വിശ്വാസം. അതിനൊന്നും പറയില്ല. അതായത് നിയമാനുസൃതമായിട്ട് ജനിച്ച പുത്രൻ ജീവനോടിരുന്നാൽ മതി ആ പിതാവിൻ്റെ സ്വത്തിന് അവകാശിയാകാൻ. അതുപോലെ ഭക്തിയോഗത്തിൽ നിയന്ത്രണ തത്വങ്ങൾ പിന്തുടർന്നുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ജീവിച്ചാൽ മതിയാവും. ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രീഭൂതനാകും എന്നുള്ള ഉറപ്പാണ് ഭഗവാൻ തരുന്നത്. ഈ പൂതന അല്ലെങ്കിൽ ഇതിലൂടെ തത്തേന് കമ്പാം സുസുമീക്ഷമാണോ ഭൂഞ്ചാനേവാത്മകൃതം വിഭാഗം. ഇതൊക്കെയാണ് ഇതിലൂടെ നാരദമുനിയുടെ കാര്യങ്ങളും അതുപോലെ നളകുബേര മണിക്കിരവന്മാരുടെ ആ മോക്ഷപ്രാപ്തിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും, നമുക്കും ഭഗവാൻ ദേവന്മാർ അങ്ങനെ പലതവണ നമുക്കും ആ ദാമോദരനെ മനസ്സുകൊണ്ട് നമുക്ക് പ്രദക്ഷിണം ചെയ്യിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഭക്തി കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ആ ഉരലിൽ കെട്ടിയിട്ട ഭഗവാനെ മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദാമോദര സ്മരണയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഭഗവത് പാതാരബന്ധങ്ങളും ഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിലൊക്കെ അർപ്പിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലുഖലാധവമാനം പരമൃഷ്ടമത്യന്തതോ ധൃത്യഗോപ്യം. അപ്പം അങ്ങനെയുള്ള ദാമോദരനെ നമുക്ക് എപ്പോഴും ഭഗവാനെ മനസ്സിൽ കാണാനും ഭഗവത് പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ദുഃഖങ്ങൾ നിറഞ്ഞ ആ സംസാര സാഗരത്തിൽ അകപ്പെട്ട മൂഢനെ, നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള മൂഢന്മാരെ ഉദ്ധരിച്ച്, നിങ്ങളല്ല പറയണത്, എൻ്റെ നേത്രങ്ങൾക്ക് ഗോചരനായാലും അപ്പോൾ ഭഗവാന് ഉള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. കുറച്ച് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും ഹരേ കൃഷ്ണ. താങ്ക് യു.